ഒരാണിന്റെ മനസ്സ്. ആദയുടെ ഉള്ളില് ലച്ചു കടന്നുകൂടിയ കാര്യം പൂജ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളുടെ പണി എളുപ്പമായിരുന്നു. എത്രയും പെട്ടെന്ന് ആദിമോനെയും ലച്ചുമോളെയും ഒന്നിപ്പിച്ചാൽ ഈ കഥ ക്ലൈമാക്സിൽ എത്തിക്കാം. ക്ലൈമാക്സ് അതൊന്നും അല്ല. പിന്നെ പൂജ എന്ന താടകയെ ഈ ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കി ഞാനിവിടെ ചാണകവെള്ളം തളിക്കും. മോൾക്ക് പിന്നിൽ കയ്യും കെട്ടി നിറഞ്ഞ ചിരിയോടെ ഞാനത് നോക്കി നിൽക്കും. ശുഭം. ഞാൻ കിട്ടാവുന്നിടത്തുള്ള ന്യൂസ് പേപ്പറൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങാനും വാർത്ത ഉണ്ടോന്ന് അറിയാലോ. നോക്ക്. എടോ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഇതിലെങ്ങും വന്നിട്ടില്ല. ഈ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ പത്രങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവും. സത്യം പറയാലോ, മനസ്സ് കത്തുവാടോ.